ഗോപിയുടെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു പാട്ട് തന്നെയാണ് പാടിയത്. 4 വരിയേ ഉള്ളൂ, പക്ഷെ സിനിമയിൽ ഒഫീഷ്യലായിട്ട് അത് പിന്നീട് ഫാസിലിന്റെ പടത്തിലും പാടിയിട്ടുണ്ട്. അസലസലായി ടോട്ടൽ ലൈഫ് സാമി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, ഒരു അടിപൊളി പാട്ട്. ഇപ്പൊ ദേവനും ഇവിടെ തന്നെ തുടങ്ങാം. സംഗീതം അസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് ഇപ്പൊ പാട്ടും പാടി. ഏതു തീരങ്ങൾ തേടുന്നു ഞാനും നീയും എന്നേ കാന്തം ഈ മന്ദമായും നാമേതോ. ഇവൻ പാടുമ്പോൾ ഇവനത് പരിചയമില്ലാത്തതുകൊണ്ട് ഈ ഭാഷ ഇവൻ അതിന് ഒരു സുഖമുള്ള ഒരു പുതിയ വേണമെങ്കിൽ യൂത്ത് എന്നൊക്കെ വിളിക്കുക അല്ലെ, ന്യൂജൻ. ഐ സെലക്ടഡ് ഹിം ടു സിംഗ് ദിസ്. അതാണ് ആ ടെക്നിക്ക് കറക്റ്റ് ആയിട്ട് വലിച്ചു. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് സാർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നോട് നീ ഇരുന്നാൽ ഉയരോട് പിന്നെ 9th ഉം 10th ഒക്കെ ഇവിടെ ചെയ്ത് മലയാളം അറിയാത്തതുകൊണ്ട് സ്പെഷ്യൽ ഇംഗ്ലീഷ് എടുത്തിട്ടാണ് ഇവിടെ പാസ്സായത് SSLC. ഭൂമിയൊരുങ്ങി നമ്മൾക്കായി, പൂക്കൾ വിടർന്നത് നമ്മൾക്കായി, പറക്കുവാനായി ചിറകുകൾ തന്നു വിനോദ വീതികൾ വരവേറ്റു. രജനീഷിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്നറിയുന്നു, ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ് ഹൈലൈറ്റ് ആവുക. അത് അവരുടെ ടെക്നിക്ക് ഒന്നല്ല, എഡിറ്റിംഗ് അല്ല, ദ വേ ഹി പ്രസൻസ് അത് ഭയങ്കര കൗതുകമായിരിക്കും നമ്മൾ പറയുന്ന ആൾക്കാരെ. ചിറക് മുളച്ചു പുലരി വിളിച്ചു ഇത് പൂക്കാലം നവകൗമാരം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. 30 വർഷം മുമ്പ് ഗോപി സുന്ദർ തുടങ്ങിയ ഒരിടത്താണ് ഞാൻ നിൽക്കുന്നത്. അത് ഔസേപ്പച്ചൻ സാറിന്റെ അടുത്താണ്. പക്ഷെ ഇന്ന് ഔസേപ്പച്ചൻ സാറിന്റെ കൂടെ നിൽക്കുന്നത് മാധവ് സുന്ദറാണ്. ഈ പറഞ്ഞത് കറക്റ്റ് അല്ലേ? കറക്റ്റ്. അപ്പൊ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണെങ്കിൽ 30 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ഏതാണ്ട് 19 വർഷം മുമ്പത്തെ കാര്യം പറയേണ്ടി വരും. അതായത് തൃശ്ശൂര് സെന്റ് തോമസ് കോളേജിലെ 70-71 കാലഘട്ടത്തിലെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, അന്ന് എൻ്റെ കൂടെ നല്ല സുമുഖനായിട്ട് നല്ല ജിമ്മൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, ഞങ്ങളെല്ലാവരും ഭയങ്കര ആരാധനയോട്, കാരണം ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണ്. പക്ഷെ ഇദ്ദേഹം മാത്രം കുറച്ച് സ്റ്റൗട്ടാണ്, നല്ല മസിൽസും ചെസ്റ്റൊക്കെ ആയിട്ട്. വേറെ ഒന്നുമല്ല, പുള്ളി എന്തോ നാഷണൽ റെക്കോർഡാണ്, എന്താ ഷോർട്ട് പുട്ട് ത്രോ ചെയ്യുന്ന എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഹാമർ ത്രോ. ഹി വാസ് മൈ ക്ലാസ്മേറ്റ്, കോളേജ് മേറ്റ്, സെന്റ് തോമസ് കോളേജിൽ. അത് ആ കാലഘട്ടം കഴിഞ്ഞു. പിന്നെ വർഷങ്ങളോളം ഒരു ബന്ധവുമില്ല. ഞാൻ എൻ്റെ വയലിലേക്ക് എടുത്ത് ചെന്നൈയിൽ വന്നു. പിന്നെ എല്ലാം മറന്നു, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഞാൻ മറന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഒരാൾ ഹൗസപ്പ് എന്ന് വിളിച്ച് പിന്നിൽ ഞോടി വിളിക്കും. നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നുമില്ല, ഇദ്ദേഹം അതേപോലെ തന്നെ ഉണ്ട്. ഹൈ എന്താ ഇവിടെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഏതാണ്ട് അതേ വലുപ്പത്തിൽ തന്നെ ഒരു ചങ്ങാതി, വലുപ്പം തടിയൊന്നുമില്ല. അപ്പം ആരാ ചോദിച്ചു. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ പുള്ളി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണെങ്കിലും ഗോട്ട് മാരീഡ് ലിറ്റിൽ ഏർലി. 21-22 വയസ്സുള്ളപ്പോഴൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആര്? ഈ സുരേഷ് ബാബു എന്ന് പറഞ്ഞ വ്യക്തി. സുരേഷ് ബാബു എന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് ചോദിക്കും. സുരേഷ് ബാബു എന്ന് പറഞ്ഞ് മറ്റാരുമില്ല, നമ്മുടെ നടൻ ദേവന്റെ അനുജനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മകനാണ് ഗോപി സുന്ദർ. ഓക്കെ, സന്തോഷം. ഇവനെ പഠിപ്പൊന്നും അത്ര താല്പര്യമില്ല, പിന്നെ എന്താ താല്പര്യം, സംഗീതം, മ്യൂസിക്കാണ് താല്പര്യം. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, നമ്മളെന്തായാലും ഒരുമിച്ച് പഠിച്ചതല്ലേ, എൻ്റെ മകനെ ഒന്ന് കൂടെ കൂട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ കൂടെ ആരും കൊണ്ട് നടക്കാറില്ല. അല്ല, അന്നേരം ഞാൻ നാളെ മകനെയും കൊണ്ടുവരാം. വീട്ട് അഡ്രസ്സൊക്കെ കൊടുത്തു. പിറ്റേ ദിവസം കാലത്ത് വീട്ടിൽ നിന്ന് ഗോപിയായിട്ട് വന്നു. ഗോപി നല്ല ഒരു എനിക്കിപ്പോഴും ഓർമ്മയില്ല, ഒരു വൈറ്റ് ജുബയൊക്കെ ഇട്ടിട്ട് വളരെ 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് ഭവ്യതയോടുകൂടി വന്ന ഒരു കൊച്ചു പയ്യൻ, 18 വയസ്സുണ്ടാവും. അപ്പം വന്ന് ഇങ്ങനെ പരിചയപ്പെട്ടു, കണ്ടു വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആവശ്യങ്ങളും അവൻ്റെ താല്പര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി പോയപ്പോൾ ഞാൻ പറഞ്ഞു അറിയിക്കാം എന്ന് പറഞ്ഞു. ഇരുപതിന് ശേഷം എൻ്റെ വൈഫ് വന്നിട്ട് ഏതാ പയ്യൻ. അപ്പോൾ അവൾക്ക് മൊത്തത്തിൽ ഇവനെ കാണാനും കൂടി അവൾക്ക് നല്ലൊരു കൗതുകം, നല്ല സ്വഭാവം, കാണുമ്പോൾ തന്നെ മുഖം കാണിക്കുന്നുണ്ടല്ലോ.
അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും എൻ്റെ കൂടെ പഠിച്ചാണ് ഒരു സംഗീത ക്ലാസ്സിന് ഞാൻ ഒരിക്കലും അസിസ്റ്റൻറ്റിനെ കൊണ്ടു നടക്കാറില്ല, എൻ്റെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യാറ്. അപ്പോൾ പിന്നെ നമുക്ക് അസിസ്റ്റൻറ്റ് വേണം. അയ്യോ നല്ല പയ്യനാ, എന്തെങ്കിലും കൂടെ വൈഫിൻ്റെ ഒരു ഭയങ്കര റെക്കമെൻഡേഷൻ. ശരി, അങ്ങനെ സംഭവിച്ച ഉടനെ തന്നെ ഞാൻ ഫോൺ വിളിച്ചു സുരേഷിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഇവൻ്റെ അച്ഛൻ എൻ്റെ കൂടെ. ഈ കഥ ശരിക്കും മാധവൻ അറിയായിരുന്നോ? ഞാനിത് ആദ്യമായിട്ട് കേൾക്കണേ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലേ? അതെ അതെ അതെ, ഇതാണ് സംഭവം. മനസ്സിലായോ? ഇനി അതവിടെ കഴിഞ്ഞു. പിന്നെ ഗോപി എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ, ഗോപി വലിയ മ്യൂസിക് സംഗീതജ്ഞനായി, ചരിത്രങ്ങൾ ഒരു 10-15 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് സംഗീതജ്ഞനായി, നല്ലൊരു അറിയപ്പെട്ട പ്രശസ്തനായ സംഗീത സംവിധായകനായി, നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാട്ടോ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവന്റെ അടുത്തേക്ക് വരുമ്പോ ഇത് ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം ഓൾറെഡി ഞാനും സുരേഷ് ബാബുവും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഗോപി ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും കാണും. മകനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ, അപ്പോഴേക്കും ഒരു സ്റ്റുഡിയോ ഒക്കെ വെച്ച് ചെന്നൈയിൽ വരുമ്പോൾ സ്റ്റുഡിയോ അത് ഇനാഗുറേഷൻ ചെയ്യാനോ ഓപ്പൺ ചെയ്യാൻ അതിനൊക്കെ ഞാൻ പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. ഇപ്പം എന്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊന്ന് അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ. അപ്പോൾ എന്ത് അല്ല ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ചുരുക്കത്തിലൊക്കെ അതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ വരാൻ പറഞ്ഞു. വരുമ്പോഴുണ്ട് ഇവൻ്റെ അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട്, സുരേഷ് ബാബു കൂടെ ഇവനുണ്ട്. ഇവന്റെ കയ്യിലെ ഒരു ഗിറ്റാറും അക്യൂസ്റ്റിക് ഗിറ്റാറും തോളിൽ ഞാത്തിയിട്ടിട്ട് ആള് ഇങ്ങനെ നല്ല സ്റ്റഡി ആയിട്ട് ഇപ്പൊ കാണുന്ന പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. അന്ന് ഇതേപോലെ തന്നെ. അത് കുറച്ച് വർഷമായി, കോവിഡിന്റെ ആ കാലഘട്ടത്തിലാണ് വന്നു. അപ്പൊ ആവശ്യം ഇതാണ്, സുരേഷ് ബാബു വലിയ ഇതൊന്നും ഇല്ലാണ്ട് ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് പറഞ്ഞു, ഔസേപ്പ് കൈ വെച്ചിട്ട് എൻ്റെ മകൻ ശരിയായി. ഇപ്പം മകന്റെ മകൻ അവനെ ആ സ്ഥാനത്തേക്ക് ഒന്ന് എടുക്കണം. ഇപ്പൊ അവിടെ വേക്കൻസി ഉണ്ടല്ലോ, ആ സ്ഥാനത്തേക്ക് ഒന്ന് എടുക്കണം ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വരാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇവനെ കൊണ്ടുപോയി മുകളിൽ പോയി ഗിറ്റാർ വായിക്കാൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം റെക്കോർഡിങ് ഉണ്ടായിരുന്നു. ആ റെക്കോർഡിങ്ങിന് വരാൻ പറഞ്ഞു. ഏതാ പടം? പാപ്പച്ചനൊളിവിലാണോ അതാണോ വേറെ 1-2 പടങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് നടക്കുന്നത്. അതിൽ ഗിറ്റാറൊക്കെ വായിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു പടം വേറെ ചെയ്തു. ആ പടം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ആ പടത്തില് ഒരു പാട്ട് ഇപ്പൊ സംഭവിച്ച പോലെ അന്ന് സംഭവിച്ചിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവിടെ നിന്നുപോയി. പക്ഷെ മനോഹരമായിട്ടുള്ളൊരു പാട്ട്, അത് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. മെയിൻ കഥാപാത്രത്തിന് വേണ്ടി, ഒരു പയ്യൻസിന് വേണ്ടിയിട്ട് ഗംഭീരമായിട്ട് പാടി. എല്ലാവർക്കും ഇഷ്ടമായി. പാട്ട് നല്ല പാട്ടാണ്, വളരെ ട്രെൻഡി ആയിട്ടുള്ള സോങ്. ആദ്യം നമുക്ക് കരുതലിലെ ഇപ്പൊ ചെയ്തിട്ടുള്ള ചിറക് മുളച്ചു എന്ന് പറയുന്ന സോങ് ഇല്ലേ, അതുകൂടെ കേട്ടിട്ട് വേണം. കാരണം പ്രത്യേകതയുള്ളൊരു വോയിസ് ആണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം സാറ് സെലക്ട് ചെയ്യാൻ തോന്നുന്നു. ആ പാട്ട് കേട്ടിട്ട് ഞാൻ അത് ചോദിക്കാം. ആ പാട്ട് ഒന്ന് പാടൂ. ചിറക് മുളച്ചു പുലരി വിളിച്ചു ഇത് പൂക്കാലം നവകൗമാരം പറന്ന് 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 ചെല്ലാൻ തുടിക്കുമുള്ളിലൊരു നാദം പറന്ന് 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 ചെല്ലാൻ जरा जरा मेरे साथ जरा जरा चल ले आज इतना तो ही कह दूं मैं सुनो जो मुझे कहना है. ഓ, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് അല്ലെ? എനിക്ക് തോന്നുന്നു മാധവൻ അത്ര മലയാളം അറിയില്ല എന്ന് തോന്നുന്നു. മാധവൻ മലയാളം അറിയില്ല. ഈ പറഞ്ഞ ഇപ്പൊ ഈ പാടിയ വരികളൊക്കെ പിന്നീട് അമ്മയുടെ അടുത്ത് നിന്നാണ് ഇത് എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത് പാടിയതിനു ശേഷം. ഓ, അപ്പൊ ചെന്നൈയിലാണ് പഠിച്ചതുകൊണ്ടാണ്. ചെന്നൈയിലാണ് പഠിച്ചത്. ഞാൻ ജനിച്ചപ്പോ തൊട്ട് ലൈക്ക് ചെന്നൈയിലായിരുന്നു. ബോണംബോടൊപ്പം ചെന്നൈ. അവിടെ 14 years ഞാൻ അവിടെ പഠിച്ചു. പിന്നെ ഡ്യൂ ടു സം സിറ്റുവേഷൻസ് ഞാൻ കേരളത്തിലേക്ക് വന്നു. ഇവിടെ പിന്നെ 9th ഉം 10th ഒക്കെ ഇവിടെ ചെയ്ത്, അതും സ്പെഷ്യൽ ഇംഗ്ലീഷ് എടുത്തിട്ട്. മലയാളം അറിയാത്തതുകൊണ്ട് സ്പെഷ്യൽ ഇംഗ്ലീഷ് ട്രിവാൻഡ്രത്ത് അച്ചാച്ചനാണ് ഹെൽപ്പ് ചെയ്തത് എല്ലാത്തിനും. അങ്ങനെ സ്പെഷ്യൽ ഇംഗ്ലീഷ് എടുത്തിട്ടാണ് ഇവിടെ പാസ്സായത് SSLC. അത് കഴിഞ്ഞ് NIOS ആ സമയത്ത് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് അങ്കിളുടെ അടുത്ത് ഞാൻ വരുന്നത്. അന്ന് അച്ചാച്ചനെ പറഞ്ഞ അങ്കിളുടെ ഹൗസ് വാമിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഹൗസ് വാമിങ്ങിന്റെ ദിവസം ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഓക്കെ അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം വിളിച്ചിട്ട് വരാൻ വെച്ച് വന്നതാണ്. എന്നിട്ട് ഈ പാട്ടൊക്കെ എങ്ങനെ പഠിച്ചു? ഇംഗ്ലീഷിൽ അങ്കിൾ മലയാളത്തിൽ അയച്ചു, ഞാൻ പിന്നെ അത് അമ്മയ്ക്ക് കൊടുക്കും, അമ്മ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ്.
ഇംഗ്ലീഷിലേക്ക് ആക്കി തരും. എനിക്ക് മലയാളം വായിക്കാത്ത അറിയാത്തതുകൊണ്ട് ഷീൽ ട്രാൻസ്ലേറ്റഡ് ഫോർ മീ. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ വായിക്കും. അതിന് കുറെ ചീത്തയും കിട്ടും. അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് പാടിയെടുക്കും. പിന്നെ അങ്കിളുടെ രീതിയിൽ എനിക്ക് പറഞ്ഞുതരും, അതായത് എങ്ങനെയാ പാടണേ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വൺസ് മോർ ഞാൻ പാടും. ഒരു ദിവസം പഠിച്ചിട്ട് വന്ന് പിന്നെയും പാടും. അങ്ങനെയാണ് ഈ പാട്ട് വന്നത് പുറത്ത്. ഇതുണ്ടായത്. പക്ഷെ ഓരോ പ്രാവശ്യം ഞാൻ കേട്ട എനിക്ക് ഇനിയും ബെറ്ററായി പാടാൻ പറ്റും. ഈവൻ നൗ ഇവനിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവൻ വലിയ ഗായകനാകണമെന്നോ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, പാഷനൊന്നുമില്ല. ഇവന് നല്ലൊരു മ്യൂസീഷ്യൻ ആവണം, നല്ലൊരു ഗിറ്റാറിസ്റ്റ് ആണ്. കമ്പോസിങ്ങിന്റെ ചെറിയ അസുഖവും കുറേശ്ശെ ഉണ്ട്, അതൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ വേണമല്ലോ. പക്ഷെ അവന്റെ ശബ്ദം ഇപ്പൊ ഇവിടെ നമ്മൾ ഈ റൂമിൽ നമ്മൾ ഒന്നുമില്ലാതാണ് കേട്ടത്. ഒരു ഭയങ്കര ഒരു തിക്കായിട്ട് നല്ല സൂത്തിങ് ആയിട്ട്, എന്നാൽ വെരി സ്വീറ്റ്. പിന്നെ പ്രൊനൗൺസിയേഷൻ്റെ കാര്യത്തിലും ഒരു പ്രത്യേക നിഷ്കളങ്കമായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ. ഇങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, നമ്മളെല്ലാം പഠിച്ചതല്ലേ. നമ്മുടെ മുത്തച്ഛൻ ഇവനെ പോലെയാണ് സംസാരിച്ചിരുന്നെങ്കിൽ നമ്മൾ അതേപോലെ ഇപ്പൊ സംസാരിക്കുള്ളൂ. അതുപോലെ നമ്മൾ പുറത്തുനിന്നുള്ള എല്ലാ ഗായകരെയും വിളിക്കുന്നത് ഈ ഉദ്ദേശം കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ചില മെച്ചങ്ങൾ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പുതുമ ചിലപ്പോൾ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ പാടി കഴിയുമ്പോൾ അതിന് ആ പുതുമ വരും. കാരണം അത് എന്താ പറയാ, നമ്മൾ ഇന്റർപ്രിട്ടേഷന്റെ മിടുക്കാണ്. നമ്മൾ പല പാട്ടുകളും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വേറൊരു രഹസ്യം, ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം വേണമെങ്കിൽ പറയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ഇത് എടുത്തോ. അതായത് എന്താ സംഭവം എന്നറിയോ, നമ്മൾ പാട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി കമ്പോസ് ചെയ്യുമ്പോൾ നല്ല പാട്ട് തന്നെയാണ് കമ്പോസ് ചെയ്യുന്നത്. മലയാളികളായ മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ കമ്പോസ് ചെയ്യുന്നു. അപ്പം എല്ലാത്തിനും കമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയിൽ നിന്ന് എടുക്കുന്നതൊന്നുമല്ല, നമ്മുടെ തലയിലുണ്ട് ശൂന്യതയല്ല, ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് തന്നെ വന്നതല്ല, ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന പാട്ടുകൾ. ഇപ്പം നമ്മൾ പണ്ടത്തെ ദേവരാജൻ മാഷായാലും ദക്ഷിണാമൂർത്തി ആയാലും ബാബുരാജൻ്റെ ആയാലും അതിനുശേഷം വന്ന ഇളയരാജ, എല്ലാവരുടെയും പാട്ടുകൾ മുൻ തലമുറക്കാരുടെ പാട്ട് നമ്മുടെയൊക്കെ തലയിലൂടെ കിടക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ മറന്നാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ട്യൂണുകൾ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ നിന്ന് ഇത് ട്രിഗർ ചെയ്യും, അങ്ങനെ അത് വരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളായ നമ്മൾക്ക് ട്രിഗർ ചെയ്ത് വരുന്ന ട്യൂണിനെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പുതുമയുണ്ടാവില്ല. കാരണം അതിനെ പഴയ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന സാധനമാണ്. അപ്പം അതിൽ നിന്ന് വ്യതിചലിച്ച് നമുക്കൊരു സാധനം, എന്നാൽ ആ ക്വാളിറ്റിയോട് കൂടി കൊടുക്കാനുള്ള ഒരു ചെറിയൊരു സാങ്കേതിക തടസ്സം ടെക്നിക്കലി അവിടെ ഉണ്ട്. അതേ സമയത്ത് ഭാഷ അറിയാത്തവൻ, ഈ പാട്ടുകളൊന്നും കേൾക്കാത്ത മ്യൂസിക് ഡയറക്ടേഴ്സ്, അന്യഭാഷാ മ്യൂസിക് ഡയറക്ടേഴ്സ് വരുമ്പോൾ അവർ ഈ കമ്പോസിങ്ങിന് വേണ്ടിയിട്ട് പുതിയൊരു പടം ചെയ്യുമ്പോൾ അവർ ഈ പാട്ടുകളൊക്കെ കേൾക്കും. പക്ഷെ അവർക്ക് ഇവിടെ നിൽക്കത്തില്ല, ഏതാണ്ട് ചെറിയൊരു നിഴൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ കമ്പോസ് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ തെറ്റായിട്ടായിരിക്കും ഇതിനനുകരിക്കുന്നത്. ആ തെറ്റായ അനുകരണമാണ് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇറ്റ്സ് വെരി ഈസി ഫോർ ദം. ഇപ്പൊ ഞാനൊരു മലയാളം പാട്ട് പാടിക്കഴിഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് കേട്ടോ, ഇപ്പൊ ഞാനൊരു മലയാളം പാട്ട് പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളം പാട്ട് കേട്ട പോലെ തന്നെ നന്നായിട്ട് പാടും. അല്ല, നന്നായിട്ട് പാടുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രമിക്കും. അപ്പൊ ആ കേൾക്കുന്നൊരു കൈയടിക്കും. പക്ഷെ ഇത് അറിയാത്തൊരാൾ പാടുമ്പോൾ അദ്ദേഹം അത് ശ്രമിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗമായിരിക്കും, പാർട്ടായിരിക്കും അതിൽ കൂടുതൽ. പാട്ട് പഴയ തന്നെയാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കിയ പാട്ട് ട്യൂണും ഇതൊക്കെ അതാണെങ്കിലും ഇവൻ പാടുമ്പോൾ ഇവന് അത് പരിചയമില്ലാത്തതുകൊണ്ട് ഈ ഭാഷ ഇവൻ അതിന് ഒരു സുഖമുള്ള ഒരു പുതിയ എന്താ പറയുക, ഒരു ഇപ്പൊ വേണമെങ്കിൽ യൂത്ത് എന്നൊക്കെ വിളിക്കുക, അല്ലെ ന്യൂജൻ, ഒരു ന്യൂജൻ ഫീൽ. That's what I selected him to sing this. അതാണ് ആ ടെക്നിക്ക് കറക്റ്റ് ആയിട്ട് വലിച്ചു. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് സാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അപ്പൊ തന്നെ വന്നപ്പോ തന്നെ ചോദിച്ചു, ശരിക്കും മാധവിന് മലയാളം അറിയാമോ എന്നുള്ളതേ. കറക്റ്റായിട്ട് അപ്പൊ മാധവ് പറയുന്നുണ്ടായിരുന്നു, ഇല്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് അമ്മ തന്നതാണ്, ഞാൻ ഇംഗ്ലീഷിലേക്ക് സാധനങ്ങൾ നോക്കുന്നതെന്ന് പറയില്ലേ. ഞാൻ വളരെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തു. ആ പാട്ടും ഒരു കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര അപ്രീസിയേഷൻ. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് രണ്ടുപേരും പാടിയിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ രണ്ടുപേരും കൂടെ അങ്ങ് പാടൂ, അതുകൂടെ കേൾക്കട്ടെ. സാറും കുട്ടിയും കൂടെ പാടും. അത് നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉപദേശമാണല്ലോ. അപ്പൊ ആ ഉപദേശത്തിന്റെ ഭാഗമായിട്ട് ഒരു മുതിർന്ന ആള് ആവശ്യമില്ലാതെ ഒരു ജുബയൊക്കെ തല്ലി കയറ്റി എന്നുള്ളൊരു കുഴപ്പം മാത്രമേ അതിലുള്ളൂ. ഇതേപോലെ അങ്ങനെ നിന്നിട്ട് കാഷ്വലായിട്ട് പാടിയാൽ മതി. ഒരു ജുബ അതിന് വേണ്ടിയിട്ട് അവർ നിർബന്ധിച്ചിട്ട്. സത്യത്തിൽ ഈ മെസ്സേജിന്റെ കൂടെ നമ്മൾ വേറെ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക്
സാങ്കേതികമായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു വിഷ്വലി അതിന് നമുക്ക് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സബ്ജക്റ്റ് തന്നെ പറഞ്ഞു തീർക്കാൻ തന്നെ ഇത്ര നേരമല്ലേ ഉള്ളൂ. ആ ഒരു സ്കൂള്, അതിൻ്റെ കുട്ടികള്, അവരുടെ അഭിനയം കൂടെ എല്ലാം വേണമല്ലോ. പിന്നെ ഇതിൻ്റെ പാട്ട് അതിൻ്റെതായിട്ടുള്ളതാണ്. അപ്പൊ അതിൽ അവർ ഉപദേശിക്കുന്ന ഒരു പോർഷൻ വന്നപ്പോൾ അതിന്റെ സംവിധായകന് ഞാനും കൂടി പാടണമെന്ന് പറഞ്ഞു. റഫീഖിനും കൂടി വിളിക്കണം വിചാരിച്ചു. പക്ഷെ റഫീഖ് പറഞ്ഞു എനിക്ക് പാടാൻ അറിയില്ല, ഞാൻ എഴുതി തന്നിട്ടുണ്ട്, തുടക്കം തൊട്ട് അവസാനം വരെ ഞാനുണ്ടല്ലോ, എന്റെ വരികളല്ലേ പാടുന്നത്, അതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞു. ഗുരു ശിഷ്യനും കൂടെ അഭിനയിച്ചു. അതെ അതെ അതെ. അപ്പൊ ആ പോർഷൻ ഭൂമിയൊരുങ്ങി നമ്മൾക്കായി, പൂക്കൾ വിടർന്നത് നമ്മൾക്കായി. രണ്ട് റെൻഡറിങ് ആണ്. അപ്പൊ ഇത് ഞാനിത് കമ്പോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഭൂമിയൊരുങ്ങി നമ്മൾക്കായി, പൂക്കൾ വിടർന്നത് നമ്മൾക്കായി. നീ ഒന്ന് പാടിയത്. ഭൂമി ഒരുങ്ങി നമ്മൾക്കായി, പൂക്കൾ വിടർന്നത് വ്യത്യാസം. നമ്മളാകുമ്പോ അത് പിള്ളേർക്ക് നമ്മൾ പാടുന്നത് അത്ര ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ ഇപ്പം പാടുന്നതിൽ ആ ഒരു കുട്ടിത്തൊണ്ട്. ദാറ്റ് ഈസ് വാട്ട്. ഇനി ഫുള്ളായിട്ട് പാടാം. 1 2 3 4. ഭൂമിയൊരുങ്ങി നമ്മൾക്കായി, പൂക്കൾ വിടർന്നത് നമ്മൾക്കായി, പറക്കുവാനായി ചിറകുകൾ തന്നു, വിനോദ വീഥികൾ വരവേറ്റു, വിനോദ വീഥികൾ വരവേറ്റു. ഇത്രയൊക്കെ പോലെ ഇതാണ് ഞങ്ങൾ പാടി. ഇനി ഇതേമാതിരി ഇനിയൊരു പോർഷനും കൂടി ഉണ്ട്. ശരിക്കും ഈ കഥ പറഞ്ഞപ്പോ ഇവൻ ഈസി സ്മൂത്ത് ആയിട്ടാണ് വന്നത്. പക്ഷെ ഗോപിച്ചേട്ടൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ കാലം വേറൊരു കാലമായിരുന്നു. അപ്പം അവിടുന്ന് ഇത് സർവൈവ് ചെയ്ത് കുറെ കാലം കൂടെ നിന്നില്ലേ? അപ്പൊ മെയിൻ വർക്കുകളൊക്കെ ഇപ്പൊ ഓർക്കുന്നുണ്ടോ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത്? പിന്നെ 15 വർഷത്തോളം മേലെ നിന്നിട്ടുണ്ട് ഈ 95 തൊട്ട്. അപ്പൊ 95 എൻഡില് അന്ന് വേറെ ഒരു പടമുണ്ട്. അതില് തബലയാണ് വായിച്ചത് ഗോപി ബേസിക്കലി ഒരു തബല, മൃദംഗം ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് ഗുരുകുലമായിട്ട് തന്നെ, അത്യാവശ്യം വായിക്കും നന്നായിട്ട്. പക്ഷെ അതൊന്നുമല്ല പുള്ളിയുടെ എന്ന് പറഞ്ഞ മ്യൂസിക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും സൗകര്യമുള്ളത് കീബോർഡാണ്. അത് പിന്നീട് പതുക്കെ പഠിച്ചു വന്നു. അപ്പൊ അന്ന് ആ പടം പുറത്തിറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞു പിന്നെ കമ്പോസിങ്ങിന് ഒഫീഷ്യലായിട്ട് എൻ്റെ കൂടെ വരികയാണ്. അപ്പോൾ അത് അനീതി പ്രാവ് എന്ന് പറഞ്ഞ പടം. അനീതി പ്രാവിന് എൻ്റെ കൂടെ വരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു പാട്ട്, ഒരു രാജമല്ലി വിടരുന്ന പോലെ, അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കമ്പോസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രെയിനിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹാർമോണിയപ്പെട്ടി ആവട്ടെ, സൂട്ട് കേസ് ആവട്ടെ, ഒന്നും നീ സാറിനെ കൊണ്ട് എടുപ്പിക്കരുത്, എല്ലാം നീ ഇവൻ എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തു. അതായത് പണ്ടത്തെ ആ ഒരു ഗുരുകുലത്തിൽ ഉണ്ടാകുന്നുള്ളത് വന്ന എല്ലാ പണികളും ചെയ്യും കൂടെ. അതേമാതിരി ഒന്നും ഞങ്ങൾ നേരെ ഫാസിൽ സാറിൻ്റെ വീട്ടിൽ പോകുന്നു. ഞങ്ങൾക്ക് അവിടെ റൂം അറേഞ്ച് ചെയ്തു. പിറ്റേ ദിവസം തൊട്ട് കമ്പോസിങ് തുടങ്ങി കഴിഞ്ഞു. ഇതാണ് ആരംഭിച്ചത്. പിന്നെ അങ്ങനെ ഒരുപാട് പടങ്ങൾ. ഗോപിയുടെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു പാട്ട് തന്നെയാണ് പാടിയത്. 4 വരിയേ ഉള്ളൂ, പക്ഷെ സിനിമയിൽ ഒഫീഷ്യലായിട്ട് അത് പിന്നീട് ഫാസിലിന്റെ പടത്തിലും പാടിയിട്ടുണ്ട്. അസലസലായി ടോട്ടൽ ലൈഫ് സാമി എന്ന് പറഞ്ഞൊരു പാട്ട്, ഒരു അടിപൊളി പാട്ട്. ഇപ്പതേ ഒരു ഇവിടെ തന്നെ തുടങ്ങാൻ സംഗീതം അസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് ഇപ്പൊ പാട്ടും പാടി. അത് അടിപൊളിയാ. അച്ഛന്റെ പാട്ട് ഏതെങ്കിലും അറിയാവോ പാടാൻ? ഒരു അണ്ടർറേറ്റഡ് സോങ് ഉണ്ട്, ഏതോ തീരങ്ങൾ. ഒന്ന് പാടാൻ. ഏതോ തീരങ്ങൾ തേടുന്നു ഞാനും നീയും എന്നേ കാന്തം, ഹേമന്തമായും നാമേതോ തൂമഞ്ഞൽ നിലവായി ചായും, നീയോ കേൾക്കുന്നേരം നെഞ്ച് ഇന്നെന്റെ മൗനം സംഗീതം. ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇത്തരത്തിലുള്ള പാട്ടുകളാണ് ഇവന്റെ ആ ഒരു. അതിപ്പോ
ഇവരിതല്ലേ. മറ്റേതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി അവർക്ക് ആ കൾച്ചറിൽ പിന്നെ പാട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടും അത് ഇപ്പോൾ ഇത് പഠിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ പാടാൻ പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച് പാടിയ പോലെയാണ് ഈ പാടിയത്. ഇത് നന്നായിട്ട് പാടുവാൻ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹൃദ്യസ്ഥമാവണം. മറ്റേ പാട്ട് പഠിച്ച് പാടുമ്പോൾ അത് കണ്ട ആ ഒരു ടോട്ടലി എനിക്കൊരിക്കലും പാടാൻ പറ്റില്ല. ഇപ്പോൾ പാടിയ പോലെ ആ പാട്ട് എനിക്ക് പാടാനേ പറ്റില്ല, അപ്രോച്ച് ചെയ്യാനേ പറ്റില്ല. ദാറ്റ് ഈസ് ദ. ശരിക്കും മാധവ് ഇപ്പൊ അച്ഛനുമായിട്ടുള്ള കോണ്ടാക്ട് എങ്ങനെയാ? വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല. അപ്പൊ മ്യൂസിക് അവിടെ നിന്ന് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ അത് എനിക്ക് അങ്കിൾ വഴി കിട്ടിയല്ലോ. അതൊരു എക്സ്ചേഞ്ചിങ് ആണല്ലേ, ഒരാളുടെ അടുത്ത് നിന്ന് തന്നെ പഠിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള ഒരു കാര്യം. ഒരു ശിക്ഷണം അച്ഛൻ പഠിച്ച സ്ഥലത്ത് തന്നെ പഠിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ സംഗീതവും ഇതൊരു പ്രൊഫഷണൽ ഫീൽഡാണ്. അപ്പൊ അതില് അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നത് വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണു വയ്ക്കുന്നുണ്ടായിരുന്നു സാറേ. ഈ അവിടെ അവാർഡുകളൊക്കെ ഇങ്ങനെ സാറിന് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിച്ചത് അതാണ്. അതിനകത്ത് ഈ 3 സ്റ്റേറ്റ് അവാർഡ് ഞാൻ കണ്ടു. ഒന്ന് ഒരേ കടല്, അതെ. പിന്നെ ഉള്ളത് നമ്മുടെ ഉണ്ണികളെ അത് ഏറ്റവും ആദ്യത്തെ അവാർഡ്. പിന്നെ നടൻ ഒരു അവാർഡ്. പക്ഷെ നാഷണൽ അവാർഡ് അവിടെ ഇല്ല. പിന്നീടാണ് ഇവിടെ കണ്ടത് നാഷണൽ അവാർഡ്. പെണ്ണുങ്ങൾക്ക് ഫോട്ടോ ഒന്നുമില്ല. അത് ഇവിടെ അവിടെ ഇരിപ്പുണ്ട്. അത് ഒരേ കടലിനാണ്. അതെ അതെ അതെ. ഒരേ കടൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാറിന്റെ അടയാളപ്പെടുത്തുന്ന സിനിമകളിൽ ഒന്നായി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും മ്യൂസിക് ശുഭബന്ധുവരാളിയിൽ അത്രയൊക്കെ ചെയ്യാൻ കഴിയുമെന്നും ഇപ്പോഴും നമ്മള് ഈ രാത്രികളിൽ ആവർത്തിക്കുന്ന പാട്ടായി നിലനിൽക്കാന്നൊക്കെ പറയുന്നത്. ഇതിൽ വേറൊരു കാര്യം പറയാം. ഇപ്പോ ഞാനൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ നല്ലതാ. കാരണം ഇത് എൻ്റെ ഗുരുനാഥനായ വൈലോപ്പള്ളി ശ്രീധരമേനോൻ, കവി, മഹാകവി, എൻ്റെ ക്ലാസ് ടീച്ചറാണ് ഒല്ലൂര് ഗവൺമെന്റ് ഭാഗ്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിത കൃഷ്ണാഷ്ടമി എന്ന് പറഞ്ഞിട്ടൊരു കവിത, ആ കവിതയെ ആസ്പദമാക്കി അവർക്ക് അതിൻ്റെ റൈറ്റ്സ് കൊടുത്ത് ഈ ഒരു സംവിധായകൻ, ഒരു പയ്യൻ, ഒരു ചെറുക്കൻ അഭിലാഷ് എന്ന് പറഞ്ഞിട്ട്, ആൾ ചെറുപ്പമാണ്, പക്ഷേ ഭയങ്കര ഇന്റലക്ച്വലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള വളരെ ചുരുക്കം പേരിൽ ഒരുത്തനാണ്. കാരണം ഭാഷയുടെ കാര്യത്തിൽ സാൻസ്ക്രിറ്റ് സ്കോളറാണ്. ഇംഗ്ലീഷും ഗംഭീരമായിട്ട് പറയും, മലയാളത്തിൻ്റെ എന്തെന്നാ പറയുക, ഏത് നിഘണ്ടുവാണ് പുള്ളി, ഏത് വാക്കും അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ പറഞ്ഞു അവനൊരു പടം സംവിധാനം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എല്ലാം ചെയ്തിരുന്നത് 2 പടം ചെയ്തു. എല്ലാം എക്സ്പെരിമെൻ്റൽ പടമാണ്. ഇത് രണ്ടും IFFK സെലക്ഷൻ ആയിട്ടുള്ള പടങ്ങളുമാണ്. അപ്പോൾ ഇത് അതേപോലെ ഒരു ഡിഫറൻറ്റ് 75 മിനിറ്റ് ദൈർഘ്യമുള്ള വളരെ ലോ ബഡ്ജറ്റ് ചെയ്യുന്നൊരു പടം. പക്ഷെ ഇതിനു മുമ്പ് ചെയ്ത പടത്തിൽ പാട്ടുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ പാട്ടുണ്ട്. പാട്ടിൻ്റെ ലെങ്ത്ത് 16 മിനിറ്റാണ്. സാഹസമാണ്. 7 പേര് പാടുന്നു. അതായത് ഒരു ദിവസം ഇവർക്ക്, അത് കഥയൊന്നും ഞാൻ അപ്പോൾ പറയുന്നില്ല, ഒരു ദിവസം ഇവർ 7 പേരുണ്ട്. വ്യത്യസ്ത മുഖങ്ങളുള്ള ഒരു സാധാരണ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾ, പിന്നെ പൂജയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്, പിന്നെ ഇത്തിരി ഇമ്മോറലായിട്ട് ട്രാഫിക് നടത്തിയിരുന്ന ഒരു സ്ത്രീ ഉണ്ട്, പിന്നെ അതേപോലെ ഒരു മദർലി അഫെക്ഷനുള്ള, അങ്ങനെ ഒരു 7 പേര്. ഈ 7 പേരും മുമ്പിൽ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നതാണ് കഥയിൽ, അതായത് കവിതയിൽ വൈലോപ്പള്ളി എഴുതിയിരിക്കുന്നത്. അപ്പം അതിവിടെ ചിത്രീകരിച്ച് പക്ഷേ ഇതൊരു ഹാലുസിനേഷൻ ആയിരുന്നു. ശ്രീകൃഷ്ണൻ വന്നു, പിറ്റേ ദിവസം കാലത്ത് ശ്രീകൃഷ്ണനെ കാണാനില്ല. എല്ലാവർക്കും ഭയങ്കര വിഷമം. ആ വിഷമത്തിൽ നിന്ന് അവരവരുടെ കൾച്ചറിലും അവരവരുടെ സ്വഭാവം വെച്ചിട്ടുള്ള ഇമാജിനേഷനിലുള്ള പാട്ടുകളാണ് ഇവരുണ്ടാക്കി പാടുന്നത്. അതിൽ ഓരോരുത്തർക്കും ചിലർക്ക് 3 മിനിറ്റ്, ചിലർക്ക് 2, 2.5, 1.5, 1 മിനിറ്റ്. അതിൽ ജയരാജ് വാര്യരടക്കം പാടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ വിദ്യാധരൻ പാടിയിട്ടുണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്, ജയരാജ് വാര്യർ മകൾ പാടിയിട്ടുണ്ട്, ഒരു പുതിയ പെൺകുട്ടി. ഇവരൊക്കെ ആദ്യമായിട്ട് പാടുന്നതാണ്. മറ്റേ ഞാൻ പറയാം എന്താണ്, സ്വർണ്ണ എന്ന് പറഞ്ഞിട്ട് റിയാലിറ്റി ഷോയിൽ മറ്റേ സി ചാനലിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടത് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ഏറ്റവും നല്ല പാട്ട് ഈ ശുഭവന്തവരാളി രാഗത്തിൽ ഉണ്ടാക്കിയൊരു പാട്ടാണ്. അതാണ് ഏറ്റവും നീട്ടം കൂടുതൽ, 3 മിനിറ്റ്. ബാക്കി എല്ലാ പാട്ടുകളും നല്ല തന്നെ. ഇതിൽ 2 പാട്ട് കവിത വൈലോപ്പള്ളി ശ്രീധര മേനോൻ്റെ തന്നെ, അദ്ദേഹത്തിൻ്റെ കവിത. ബാക്കിയുള്ള 5 പാട്ടുകൾ നുറുങ്ങു പാട്ടുകളാണ്, ചെറുതാണെങ്കിലും
സംവിധായകൻ ചെയ്തതാണ്. ഇപ്പം ഇതിൻ്റെ കമ്പോസിങ് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടിപൊളിയാണ്. ഈ ഗോപിച്ചേട്ടൻ ചെയ്ത പാട്ടുകളിൽ കുറേ മെലഡി ഉണ്ട്. ഒരു മെഴുതിരിയുടെ എന്ന് പറയുന്ന പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട്. അപ്പോൾ പല ജോണറുള്ള പാട്ടുകൾ ചെയ്യുന്നുണ്ട്. BGM ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. ഇപ്പൊ പുലിമുരുകനൊക്കെ നമ്മൾ തിയേറ്ററിനെ ഇടിച്ച് നിർത്തിയ BGM ആണ്. അതല്ലെങ്കിൽ അവന്റെ ഫസ്റ്റ് BGM എന്നത് അമൽ നീരദിന്റെ ബിഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നല്ലോ അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇറ്റ് വാസ് എ ടോട്ടലി ആൻ ഇമ്പാക്ട് ടു ദ ന്യൂജൻ കൾച്ചറിലേക്കുള്ള ഒരു ഇമ്പാക്റ്റോട് കൂടിയിട്ടുള്ള എൻട്രി ഓഫ് എ ഡിഫറെന്റ് മ്യൂസിക് ട്രീറ്റ്മെന്റ് ഫോർ എ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ പടം പിന്നെ പിൽക്കാലഘട്ടത്തിൽ ബെഞ്ച് മാർക്കായി മാറി. അങ്ങനൊരു ഇത് അതിലാണ് ഈ റാപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഹീറോ ഒക്കെ വരുമ്പോ റാപ്പൊക്കെ വരുന്ന ഒരു ഇംഗ്ലീഷ് റാപ്പ്. അപ്പൊ ഇതൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പൊ എല്ലാ പടത്തിലും ഇംഗ്ലീഷ് റാപ്പിന്റെ കളിയാണ്. ഏത് പടം ഇതിപ്പോ ഈ ഇന്നലെ ഇറങ്ങിയ പടത്തിലും ഇംഗ്ലീഷ് റാപ്പ് ഉണ്ട്. ഞാനിപ്പോ ഇന്നലെ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുകയാണ് തമിഴ്, അതിലും ഇംഗ്ലീഷ് റാപ്പ് തന്നെ. അപ്പൊ എല്ലാത്തിനും ഇംഗ്ലീഷ്. അപ്പൊ എനിഹൗ ദ മാൻ ഹു സ്റ്റാർട്ടഡ് ദാറ്റ് കൈൻഡ് ഓഫ് കൾച്ചർ. അതിനു മുമ്പ് ചെറുതായിട്ടൊക്കെ റാപ്പ് പോലെ, പക്ഷെ ഇത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് റാപ്പ് സോങ്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഉപയോഗിച്ചത്. അതേ ആള് തന്നെ മെലഡി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. സാറ് തന്നെ ഒരുപാട് ജോണേഴ്സിൽ ചെയ്യുന്നുണ്ട്. വന്ന മാധവനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന്റെ ഒരു പ്രയോഗമുണ്ട്, നമുക്ക് പരീക്ഷിക്കാമോ എന്ന് ചോദിച്ചു. കളകളം ഒഴുകും ഒരു അരുവിയിൽ ടങ് ടെസ്റ്റ് പരീക്ഷിക്കാമോ എന്ന് ചോദിച്ചു. വെറുതെ തമാശയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വർക്കുകളൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? അതേ ഈ വെസ്റ്റേൺ മാത്രമാണോ ഫോളോ ചെയ്യുന്നത്? ഞാൻ വെസ്റ്റേൺ മാത്രമാണ്. ഞാനിപ്പോ ആക്ച്വലി ഞാൻ വെസ്റ്റേൺ മാത്രമായിരുന്നു ബിഫോർ. ലൈക്ക് ഓൺലി ഇംഗ്ലീഷ് സോങ്സ് ഇങ്ങനെ പാടി പാടി വരും. ഇംഗ്ലീഷ് നന്നായി പാടും. പാട്ട് കേൾക്കാമല്ലോ. പിന്നെ കേൾക്കണം. സ്ട്രോങ് ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അങ്കിളുടെ അവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് പാട്ട് പറയില്ലേ, എഡ് ഷീറന്റെ ഒരു പാട്ടാണ് പെർഫെക്റ്റ് എന്ന് പറയും. ഈ പറഞ്ഞ പാട്ടല്ല കേട്ടോ, വെസ്റ്റേൺ പാടാൻ നന്നായിട്ട് കഴിയും മാധവൻ. അപ്പോൾ വെസ്റ്റേൺ നോക്കാം അല്ലേ മാധവ്? മാഷപ്പ് ഉണ്ടോ? മാഷപ്പ് ഞാൻ ഇപ്പോൾ സർപ്രൈസ് തരാം. ഓക്കെ, ഇപ്പോൾ കൺട്രി റോഡ്സ് എന്നൊരു പാട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് വെസ്റ്റേൺ സോങ്. Country roads take me home to the place I belong, West Virginia, Mountain Mama, take me home. Country roads, എന്നോട് നീ இருந்தால் உயிரோடு நான் இருப்பேன். என்னோடு நீ இருந்தால் உயிரோடு நான் இருப்பேன். என்னை நான் யாரென்று சொன்னாலும் புரியாதே, என் காதல் நீ என்று யாருக்கும் தெரியாதே. நீ கேட்டால் உலகத்தை நான் வாங்கி தருவேனே, நீ இல்லா உலகத்தை நான் வாழ மாட்டேனே. என்னோடு நீ இருந்தால். ഈ കുട്ടിയാണ് ശരിക്കുള്ള കുട്ടി. ഇവിടെയാണ് ഇവന്റെ സംഭവം ഇരിക്കുന്നത്. ശരിക്കും ഇപ്പോ ഈ കരുതൽ ആൽബത്തിന് വേണ്ടി ചെയ്യുമ്പോ പണ്ട് ഗോപി സുന്ദറിനെ കരുതിയതുപോലെ സാറ് ഇയാളെ കരുതുകയാണെങ്കിൽ ശരിക്കും അത് നമുക്ക് മലയാളത്തിനൊരു കരുതലായി മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഇനി ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. ദ ട്രെൻഡ്സ് ആർ ചേഞ്ചിങ്, കൾച്ചർ ചേഞ്ചിങ്. കൾച്ചറൊക്കെ ചേഞ്ച് ചെയ്യും, മാറും. നമ്മുടെ ഗൃഹാതുരത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ചേഞ്ച് ചെയ്യാവുന്നൊരു കാലം വരും. ഇതിപ്പം മറ്റേ ഗൃഹാതുരത്വത്തിന് മറന്നിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ട്, അതത്ര നല്ലതല്ല. പക്ഷെ ഗൃഹാതുരത്വം നിലനിർത്തിക്കൊണ്ട് അപ്പോൾ ആ ഒരു ലീഗിലേക്കൊക്കെ ഇവൻ പ്രോമിസിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോംപ്ലിമെന്റ് കിട്ടിയില്ലേ? ഈ കോംപ്ലിമെന്റ് വെറുതെ പറഞ്ഞല്ല, ഇത് ഇവനൊരു അഡ്വൈസ് ആണിത്. ഇവനത് കേട്ടല്ലോ, ഓ അത് ഉണ്ടല്ലേ, ഒരു പ്രഷറാണ് ടു വിച്ച് വേ ടു വാക്ക്. എന്തായാലും അത് കൊള്ളാം. ഇവന്റെ സൗണ്ടിൽ ഒരു മാസ്മരികതയുണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? അതാണ് സാധനം. ഇപ്പൊ നീ ഗിറ്റാർ വായിച്ച് പാടി നിനക്ക് കംഫർട്ടബിൾ ആണ്.
ആരാരോ വരാമെന്നൊരീ മോഹം വാതിൽക്കൽ കിനാവിൻ്റെ കാൽസ്വരം. എന്നിട്ട് ശബ്ദം ആ ഗിറ്റാറുമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കേൾക്കുന്നതിന്റെ ഒരു സുഖം. ഇംഗ്ലീഷ് വന്ന് തമിഴിലേക്ക് മാറുമ്പോഴൊക്കെ നമ്മള് ഭയങ്കര അതിലൊരു ഗൂസ് ബം അതെ, ഫീൽ ഉണ്ട് അറിയാവുന്നവർക്ക്. അത് അടിപൊളിയായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു കരുതൽ ആൽബം ഹിറ്റ് ആയില്ലെങ്കിലും മാധവ് സുന്ദർ ശ്രദ്ധിക്കപ്പെടും, ചരിത്രമാവും. ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ ആവണം കേട്ടോ. പറയാൻ പറ്റില്ല. ഇത്തരം ആൽബങ്ങളൊക്കെ ഇത് ചിലപ്പോൾ പെട്ടെന്ന് പല സാഹചര്യങ്ങളിലും ഇപ്പോൾ എൻ്റെ പാട്ടുകൾക്ക് സംഭവിച്ചിട്ടുള്ള പോലെ കരുതലിലെ പാട്ടുകളും, അതായത് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ഹെഡ് ഓഫ് ടൈം ആയിരിക്കും. ചില കാര്യങ്ങൾ അതിൽ ചില കാര്യങ്ങളുണ്ട്, ഇൻട്രക്കസീസ് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒറ്റ ലിസണിങ്ങിലൊന്നും ആർക്കും കേൾക്കില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെങ്കിൽ there should be something else. ഇപ്പോൾ ഇതിന് വലിയൊരു വലുപ്പം ഉണ്ടാവണം. വലുപ്പം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പോരല്ലോ, ഒന്നുകൂടി കേട്ട് നോക്കാം, വീണ്ടും കേട്ടത് അല്ല എന്തോ ഉണ്ട്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ മാത്രം ഇതൊന്നും നമ്മൾ അങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല. വളരെ എന്താ പറയുക, ലോ പ്രൊഫൈലിൽ അവതരിപ്പിച്ചൊരു പാട്ടാണ്. അപ്പം അതുകൊണ്ട് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളൂ ഈ പാട്ടിൽ നിന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വിടും. ഇത്രയൊന്നും അല്ല, ഇത് ഒരുപാടുണ്ട്. വീണ്ടും വീണ്ടും കേട്ടാൽ അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഇനി അടുത്ത തലമുറ കേൾക്കും. അപ്പം അത് വൈറലാവും. ഓക്കെ, മാധവ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും അടുത്ത സിനിമ. നന്ദിയുണ്ട് മാധവ്. താങ്ക് യു സർ. ഇൻട്രസ്റ്റിംഗ് ചില്ലറ സംഭവമൊന്നുമില്ല. അതായത് രജനീഷിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്നറിയോ, ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ് ഹൈലൈറ്റ് ആവുക. അത് അവരുടെ ടെക്നിക്കൊന്നല്ല, എഡിറ്റിംഗ് അല്ല, ദ വേ ഹി പ്രസൻസ് അത് ഭയങ്കര കൗതുകമായിരിക്കും നമ്മൾ പറയുന്ന ആൾക്കാരെക്കാൾ. വാദിപ്രതിയാവുക എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് സോ ഹാപ്പി ദാറ്റ് യു ഹാവ് കം ടു ദ ഇന്റർവ്യൂ ഫോർ ദിസ് ബോയ്. താങ്ക്സ് ഫോർ യുവർ അപ്രീസിയേഷൻ. താങ്ക് യു സർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.